സംസ്ഥാനത്ത് മഴയും മഴക്കെടുതിയും രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പുള്ളത്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതായത് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നിങ്ങനെയാണ് ഇന്നത്തെ മഴയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം പത്തനംതിട്ടയിൽ മഴ എങ്ങനെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്, മഴയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന്. സുജു ടി ബാബു ഉണ്ട് പത്തനംതിട്ടയിൽ നമ്മളോടൊപ്പം. സുജു, ഗുഡ് മോർണിംഗ്. എന്താണ് പത്തനംതിട്ടയിൽ മഴയുടെ ഒരു സാഹചര്യം? ശക്തമായ മഴയാണോ പെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഓറഞ്ച് അലർട്ടാണല്ലേ? തീർച്ചയായിട്ടും മനോ, ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ശക്തമായ മഴയില്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയുടെ ഒരു ആകത്തുക നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് ഉച്ച മുതൽ പെയ്ത കനത്ത മഴയല്ല, മഴയോടൊപ്പം വീശിയ കനത്ത കാറ്റ്, ശക്തമായ നാശനഷ്ടമാണ് പത്തനംതിട്ട ജില്ലയിൽ വരുത്തി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കുമ്പഴ ഫെഡറൽ ബാങ്കിന് സമീപമുള്ള പ്രദേശത്താണ്. ഒരു മരം വീണ് ഇടിഞ്ഞ് പോയിരിക്കുന്നത് കാണാം. വലിയൊരു തേക്കുമരമാണ് ഇത്തരത്തിൽ തകർന്നു പോയിരിക്കുന്നത്, ഒടിഞ്ഞു വീണിരിക്കുന്നത്, കടപുഴുകി വീണിരിക്കുന്നത്. അങ്ങനെ സ്ഥലത്തെ വൈദ്യുതി വൈദ്യുതി പോസ്റ്റുകൾ പകുതി ഒടിഞ്ഞു നിൽക്കുന്നത് കാണാം. ഒന്നിലധികം പോസ്റ്റുകൾ പൂർണ്ണമായി തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതുള്ളത്. ഇത് പത്തനംതിട്ട ഈ കുമ്പഴയുടെ മാത്രം സാഹചര്യമല്ല. റാന്നി, അടൂർ, കോന്നി, മല്ലപ്പള്ളി, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. പ്രധാനമായും മലയോര മേഖലയെല്ലാം തന്നെ ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിലാണ് ഈ വൈദ്യുതി പോസ്റ്റുകൾക്ക് തകർന്നിരിക്കുന്നത്, അതുപോലെ മരം കടപുഴുകി വീണ് ഈ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഫയർഫോഴ്സും KCBയുടെ ജീവനക്കാരും മറ്റ് രക്ഷാപ്രവർത്തനത്തിന് ഇത്തരത്തിൽ ഘട്ടത്തിൽ മുന്നിട്ടിറങ്ങുകയും വളരെ പെട്ടെന്ന് പല സ്ഥലങ്ങളിലെയും മരം കടപുഴുകി വീണ സ്ഥലങ്ങളിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും അതുപോലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ വളരെ വേഗത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ KCB കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും KCBയുടെ ഈ വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായി ഒടിഞ്ഞ സാഹചര്യം ഇപ്പോഴും. അതുകൊണ്ട് ഇവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ തേക്കുമരം വീണ ഒരു കടയുടെ ഭാഗികമായ ഒരു കട തകർന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഒട്ടനവധി നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ പ്രദേശവാസികളോട് നമുക്ക് ചേരാവുന്നതാണ്. ചേട്ടാ, ഇന്നലെ വലിയ കാറ്റായിരുന്നു അല്ലേ? ഇന്നലെ വളരെ വലിയ കാറ്റായിരുന്നു. ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഒത്തിരി തേക്കുകൾ ഒടിഞ്ഞു വീണായിരുന്നു. ഇന്നലെ തൊട്ടപ്പുറത്തൊരു തേക്കൊടിഞ്ഞു വീണു മിനിഞ്ഞാന്ന് രാത്രിയിൽ. ഇന്നലെ ഒരു 3 മണിയോടെ ഇവിടെ ഈ കാറ്റടിച്ച് ഭയങ്കര അതിശക്തമായ കാറ്റായിരുന്നു. കാറ്റടിച്ച് വീണ് 2 പോസ്റ്റും ഒരു കടയുടെ ഭാഗികമായിട്ടുള്ള സ്ഥലവും എല്ലാമാണ് തേക്ക് ഒടിഞ്ഞു വീണ് പോയത്. അവർ അന്നേരം തന്നെ വന്ന് തേക്ക് മുറിച്ച് മാറ്റി, അത് അടിയന്തരമായി തേക്ക് മുറിച്ച് മാറ്റി. പക്ഷേ ഇലക്ട്രിസിറ്റി തെറ്റി കറണ്ട് പുനഃസ്ഥാപിക്കാൻ രാത്രി ആയതോടെ സാധിച്ചില്ല. അത് ഇന്ന് രാവിലെ തന്നെ അവർ വന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാറ്റും ഇതൊക്കെയായിരുന്നു, ഭയങ്കര അതിശക്തമായ കാറ്റായിരുന്നു. മഴയിലെ ഉപരി കാറ്റ് ഭയങ്കര അതിശക്തമായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് കലകളിൽ ചെയ്യാനൊക്കാതെ പോയത്. പിന്നീട് അതിന് പറയാൻ മഴയും വന്നപ്പോഴത്തേന് വിട്ടുമുറിക്കുമ്പോൾ നമുക്ക് കറണ്ട് പുനഃസ്ഥാപിക്കാൻ സാങ്കേതിക തടസ്സം വരികയും ചെയ്തതോടെ. അത്യാവശ്യം വലിപ്പമുള്ളൊരു തേക്കാണ്, അത്യാവശ്യം വലിയ തേക്കാണ്. അപ്പുറത്തെ സൈഡ് വെട്ടി വെച്ചേക്കുന്നത് ഒരു 60 ഇഞ്ച് കൈപ്പൊക്കെ 60-70 ഇഞ്ച് വണ്ണം വരുന്ന അത്യാവശ്യം വലിയ തേക്കായിരുന്നു. അത് പക്ഷേ ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ മാറ്റി, അന്നേരം തന്നെ അടിയന്തരമായി മാറ്റി തന്നു അവരത്. തടിമില്ല് നടത്തുക, ഞാൻ തടിമില്ല് നടത്തുവാണ്. തടിമില്ല് നടത്തുന്ന ആൾ തന്നെ പറഞ്ഞു വലിയ തേക്കാണ് മറിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്ര വലിയ കാറ്റെന്നാണ് അല്ലേ? അതിശക്തമായ കാറ്റും അത് വലിയ കാറ്റുമായിരുന്നു. അത് ചുരുട്ടി അടിക്കുന്ന കാറ്റായിരുന്നു. അതുകൊണ്ടാണ് മൊത്തം മറിഞ്ഞ് അവിടെ വീണെല്ലാം കൂടെ. അതാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലം കാണിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു. ജില്ലയുടെ മലയോര മേഖലയിൽ ഭൂരിപക്ഷം സ്ഥലത്തും വലിയ തരത്തിൽ ഈ മരങ്ങൾ കടപുഴുകി വീഴുന്നു. അതുപോലെ വീടുകളിലേക്ക് ധാരാളം വീടുകളിലേക്ക് മുന്നോട്ട് ഇന്നലെ സ്കൂൾ മുറ്റത്ത് മരം വീണ്ടുണ്ട്. ഇതിലൊക്കെ രാത്രിയിൽ ഫയർഫോഴ്സ് എത്തി പലയിടത്തും മരം മുറിച്ച് മാറ്റുന്ന ദൃശ്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ പറയേണ്ട റാന്നിയിൽ സീതത്തോട് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി സീതത്തോട് മേഖലാ കമ്മിറ്റി തലത്തിൽ ഈ രക്ഷാപ്രവർത്തന പങ്കാളികളെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡേഴ്സ് ഇന്നലെ ഈ കാറ്റ് വീശിയപ്പോൾ അവർ ഈ കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മരം മുറിച്ച് മാറ്റുകയും ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലും നാട്ടുകാർ ഒരുമിച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ഇവരുടെ ഈ ഇത്ര അപകടം ഉണ്ടാകുമ്പോൾ ഫയർഫോഴ്സും KCB ഒക്കെ കട്ടുന്ന ജാഗ്രതയും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും സുജു ഇവിടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് സുജു പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് മലയോരം ഏറെയുള്ള സ്ഥലമാണ്. ഈ ശക്തമായ കാറ്റുകൂടി വീശുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ മരങ്ങൾ ഒടിഞ്ഞു വീണ് വലിയ നാശനഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതി തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മറികടന്ന് വേണം മലയോര ജില്ലയ്ക്ക് ഈ മഴക്കാലത്ത് മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും അത് തന്നെയാണ് മനു.
മലയോര ജില്ലയെ സംബന്ധിച്ചോളം ഇത്തരം പ്രശ്നങ്ങൾ നിരവധിയാണ്. അതായത് ഈ കാറ്റ് അടിച്ച് മരം കടപുഴകി വീഴുന്നത് വലിയ വിഷയമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മഴയത്ത് അല്ലെങ്കിൽ ഇത്തരം കാലവർഷത്തിലൊക്കെ തന്നെ മരം കടപുഴകി വീണാണ് വലിയ തരത്തിൽ അപകടമുണ്ടാകുന്നത്. ജില്ല തീർച്ചയായിട്ടും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരം മേഖലയാണെങ്കിൽ പോലും ഇത്തരം ഒരു സ്ഥലത്ത് ആണെങ്കിൽ പോലും അതിനേക്കാട്ട് ഉപരിയായി അപകടം സംഭവിക്കുന്നത് ഇങ്ങനെ ഉള്ള ഈ മരം കടപുഴകി വീണ് അല്ലെങ്കിൽ അത്തരം അപകടങ്ങളാണ് കൂടുതൽ വീടുകൾ തകരുന്നതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിലെ പൊതുവിൽ അത്തരം അപകടങ്ങളിലേക്കാണ് കൂടുതൽ കടക്കാറുള്ളത്. ശരി, ഏതായാലും സുജുവാണ് നമ്മളോട് ഈ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നു. പക്ഷേ ഇന്ന് രാവിലെ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ വലിയ കാറ്റടിച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മതിലൊക്കെ തകർന്ന് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ, ആ രീതിയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഈ മലയോര മേഖലകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളിയും ഇത് തന്നെ ആയിരിക്കാം. മഴയോടൊപ്പം വീശുന്ന കാറ്റും അതിൻ്റെ കെടുതികളും അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്.